ബേബിച്ചാൻ്റെ മകൻ സൈമനുമായിട്ടാണ്. അത് ഗായക സംഘവുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈമനുമായിട്ട് പരിചയമായത്. അത് കഴിഞ്ഞ ശേഷം സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ബേബിച്ചാനുമായിട്ട് ഒത്തിരി സ്നേഹത്തിലായി. ഇപ്പോൾ ഞാനിവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തുടങ്ങി. സഹപാഠ്യ മത്സരങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളെ കൊണ്ട് പോകുന്നത് ഞാനും ബേബിച്ചാനുമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ജോലിക്ക് പോകുന്നിടം വരെ ഞാനും ബേബിച്ചാനോട് മാത്രമായിരുന്നു സഹപാഠ്യ മത്സരത്തിന് കുട്ടികളെ കൊണ്ട് എവിടെ പോയാലും പോകുന്നത്. അതുപോലെ തന്നെ അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ കള്ളന്മാരുടെ സംവാദം ഞാൻ പോകുന്ന വർഷം വരെ ഇടതു ഭാഗത്തെ കള്ളനായിട്ടും വലതു ഭാഗത്തെ കള്ളനായിട്ടും ബേബിച്ചാനോട് പാടുവാനായിട്ട് ഒത്തിരി അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബേബിച്ചാന്റെ മുഖത്ത് ഒരു ദേഷ്യം എന്നൊരു ഭാവം ഞാൻ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും ചിരിക്കുന്ന ഭാവം നിർവഹിച്ച് ഈ ലോകത്തിൽ നിന്നും യാത്രയാകുക. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം. ഈ ബേബിച്ചാന്റെ ആത്മാവ് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ബേബിച്ചാൻ ഉണ്ടായിരുന്നു. ഈ ഇടവകയുടെയും ഇടവ മാനേജിംഗ് കമ്മിറ്റിയുടെയും എൻ്റെ വ്യക്തിപരമായും ഉള്ള അനുശോചനം കുടുംബാംഗങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം തരാൻ എല്ലാവർക്കും ആശ്വാസം നൽകും. പ്രിയപ്പെട്ട കൂടിയിരിക്കുന്ന എല്ലാവരും ബേബിച്ചാൻ്റെ അനുശോചനം കേട്ട് എല്ലാവരും മനസ്സിലാക്കി. എങ്കിലും എനിക്കൊരു വാക്ക് പറയാനുണ്ട്. വെള്ളിയാഴ്ച നാളെന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ബേബിച്ചാനും ഞാൻ മാത്രം ചില ദിവസങ്ങളിലുണ്ട്. ബേബിച്ചാവിന് അറിയാമായിരുന്നു വന്നമേ നമുക്ക് പ്രാർത്ഥന തുടങ്ങാം, പാട്ട് 1-2 പാട്ട് പാടാം, അപ്പോഴത്തേക്ക് എല്ലാവരും വരുമെന്ന് പറയും. എങ്കിലും ഒരു 5-6 പേര് മാത്രമായിരിക്കും ചില ദിവസങ്ങളിൽ. പല പ്രാവശ്യവും ഈ പ്രാവശ്യം ഇപ്പോൾ വന്ന 2 വികാരിമാർ വരുമ്പോഴാണ് ഉച്ചയ്ക്ക് അടുത്തേക്ക് ഉച്ച പ്രാർത്ഥനയ്ക്കും രാവിലെ വെള്ളിയാഴ്ച 10:30 കൂടി ഞങ്ങൾ 10-40 പേരുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക്. എന്നാൽ നേരത്തെയൊക്കെ ബേബിച്ചാൻ ഇരുന്ന സമയത്ത് ബേബിച്ചാനായിരുന്നു ഇതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നതും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നതും പഴയ കാര്യങ്ങളും വേദപുസ്തകത്തിലെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഓരോരോ വാക്കുകൾ പറയുമ്പോഴും അത് അന്തരംഗത്തിൽ കുത്തുകൊള്ളത്തക്ക വിധത്തിൽ അനേകം കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് പഴയ വഴികൾ കാണിച്ചു തരികയും ചെയ്ത ഒരു ദിവ്യ മനുഷ്യനായിരുന്നു ഞങ്ങളുടെ ബേബിച്ചാൻ. ഞങ്ങളുടെ ബേബിച്ചാൻ്റെ കടന്നുപോകാൻ ഞങ്ങൾക്ക് ഒരു മറക്കാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. എങ്കിലും ബേബിച്ചാൻ്റെ ഒരു പോക്ക് വളരെയധികം ഭാരമുണ്ട്. ആ കുടുംബത്തെ ഓർത്തും എല്ലാവരെയും ഓർത്തും നാമത്തിൽ അനുസ്വാദനം അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബേബിച്ചാനെ പറ്റി ഇവിടെ അനുസ്മരിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് വഴക്കുന്നത്തെ കുടുംബാംഗങ്ങളായിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഏത് സ്ഥലത്ത് നിന്ന് താമസിച്ചാലും ബേബിച്ചാൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഞങ്ങളുടെ സമീപവാസികളാണ്. വഴക്കത്ത് കുടുംബാംഗങ്ങളെ ഏത് സ്ഥലത്ത് താമസിച്ചാലും സഭയുമായിട്ടുള്ള വിശ്വാസവും പൂർവ്വം ഒക്കെയും അതിതാല്പര്യത്തോടുകൂടി പുലർത്തുകയും അതനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ബേബിച്ചാനും ഈ പ്രദേശത്തെ സഭയുടെ നല്ല സാക്ഷ്യമായി ജീവിച്ചു എന്ന് കേട്ട വാക്കുകൾക്ക് സന്തോഷത്തോടെയും അത് ഓർക്കുകയും മരണം നമുക്കൊക്കെയും ദുഃഖം ഉളവാക്കുന്ന കാര്യമാണ്. പക്ഷേ മരണദുഃഖം നിരാശയുടെ ദുഃഖമല്ല. മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയോളം ദീർഘായുസ് കൊടുത്തു എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർക്കുകയൊക്കെ യാത്രയാകുന്നു. വിശ്വാസത്തോടുകൂടി ജീവിച്ചു. സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെയും അനുഷ്ഠിച്ച് ജീവിച്ചു. കർത്താവിൻ്റെ ശരീരങ്ങളിൽ പങ്കാളിയാവുക എന്നൊക്കെയുള്ള അവസരം കൊടുത്തു. ശരീരങ്ങൾ ഭക്ഷിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നവരൊരു നാളും മരിക്കുകയില്ല. ഈ ഒരു വലിയ പ്രത്യാശയാണ് പ്രത്യേകിച്ച് ഈ സമയത്തെ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത്. കൃത്യമായി ജീവിക്കും. നാം ഒരു നാളെ ആ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി നമ്മുടെ വാങ്ങിപ്പോയവരെ യാത്രയയക്കുക എന്നുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊക്കെ ഈ ചിന്തിക്കുവാനുള്ള അവസരം കൂടിയാണ്. വിശോധനവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്യുന്നു. പിതാവിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരണം അദ്ദേഹത്തിൻ്റെ 93 വർഷങ്ങൾക്കിടയിൽ ഉള്ള എല്ലാ ചരിത്രവും രേഖപ്പെടുത്തി ഇവിടെ മുമ്പ് അനുശോചനം പറഞ്ഞവർ ഇവിടെ പ്രവർത്തിക്കുകയുണ്ടായി.
തീർച്ചയായിട്ടും ദേവിച്ചാനെ അനുസ്മരിക്കുമ്പോൾ ബദനിയിലെ അന്ത്രോസ് അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ആ ഒരേ പ്രായത്തിൽ തന്നെ ഏതാണ്ട് ദേവാലയത്തിൽ നിന്ന് കടന്നു പോകുവാൻ ഇടയാകുന്നു. സീതത്തോട് പള്ളിയുടെ ചരിത്രം എഴുതുമ്പോൾ ദേവിച്ചാനെയാണ് ചുമതലപ്പെട്ടവർ സമീപിക്കുന്നത്. സീതത്തോടിൻ്റെ ഇന്നുവരെയുള്ള സ്മരണീയകളും മറ്റും പ്രാധാന്യമുള്ള തീയതികളും ഒക്കെ ഓർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ബേബിച്ചാനായിരുന്നു അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നത്. അതാണ് യഥാർത്ഥ സാക്ഷ്യവും സത്യവുമായിട്ട് ഈ നാടും ഈ ഇടവകയൊക്കെ ഓർക്കുകയും വിശ്വസിക്കുകയും ബേബിച്ചാൻ വഴക്കുന്ന കുടുംബം ഈ മേഖലയിലെ മിക്ക പള്ളികളിലും ആ കുടുംബാംഗങ്ങൾ പാർക്കുന്നു, വസിക്കുന്നു. അവരെല്ലാം സഭയുടെ നല്ല പങ്കാളിത്തം വഹിക്കുന്ന കുടുംബാംഗങ്ങളായിട്ട് ഇന്നും സഭയ്ക്കും ഇടയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ തരുണത്തിൽ വളരെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രത്യേകം അനുശോചനം ഒക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ജൂബിലി പ്രോഗ്രാം മന്ത്രാഫിന്റെ പിതാവ് കൊണ്ട് ഭവനത്തിലെത്തി പ്രാർത്ഥിച്ചത് നന്ദിയോടെ ഈ സമയത്ത് ഓർക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിലേക്ക് സന്തോഷത്തോടെ പ്രത്യാശയോടെ കടന്നുപോകും. നമുക്ക് മനോഹരമായ ഒരു യാത്രയായിട്ട് നൽകണം. നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധനാകുന്നു. ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ പരിശുദ്ധമാലാകമാനാൽ വഴി നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടുകൂടി നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. ആവോ വറോഹുകാദീഷു ഓശോവകുലസുദാൻ വിൽബി മൃതനെ പോൽ ഞാൻ വിസ്മൃതനാണ്. ഹല്ലേലൂയ പാഴ്പാത്രം പോലായി ആത്മമെടുക്ക
ഭൂമിയിൽ നിന്നുള്ളവരെങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും
സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്ന